ഈ വർഷത്തെ ഓണാഘോഷം അങ്ങനെ പൂക്കളത്തോടു കൂടിയാട്ടോ ഞങ്ങൾ ആരംഭിച്ചത്. കാരണം ഞങ്ങളെല്ലാവരും ഓരോരോ നാടുകളിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നു, മക്കളെല്ലാം വിദേശത്തായിരുന്നു. അപ്പം അവരെല്ലാം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ ആഘോഷിച്ചതാട്ടോ. അപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഓണസദ്യ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഉണ്ടാക്കി. അപ്പം നല്ല രസമായിരുന്നു. ഒത്തിരി വർഷം കൂടിയാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുക എവിടെയെങ്കിലുമൊക്കെ. എങ്കിലും ഇത്രയും ഗംഭീരമായിട്ടും സന്തോഷത്തോടു കൂടി ആഘോഷിച്ച വർഷങ്ങൾ കുറവാണ്. പിന്നെ ഓണക്കളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഓരോന്ന്, എന്നാലും പകുതി കളികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. എങ്കിലും നല്ല രീതിയിൽ ഓണക്കളികളൊക്കെ കളിച്ചു കേട്ടോ. മത്സരമൊക്കെ വെച്ചായിരുന്നു കളിച്ചത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ബാലൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. എങ്കിലും നല്ല രീതിയിൽ എല്ലാവരും കൂടെ തിരുവാതിര കളിയൊക്കെ മണിക്കൂറുകൾ കൊണ്ട് പഠിച്ചെടുത്ത് കളിച്ച തിരുവാതിരയൊക്കെ ആട്ടോ ഇത്. എല്ലാവരും കൂടി തിരുവാതിര കളിക്കാമെന്നും പറഞ്ഞു. അവസാനം അത് നമ്മൾ കൈകൊട്ടുന്ന സമയത്തൊക്കെ തെറ്റിപ്പോയൊക്കെ ചെയ്തേ. എങ്കിലും രസമായിരുന്നു. കാരണം പഠിക്കാത്തവരും ഉണ്ടായിരുന്നു, കണ്ടു നിന്നിട്ട് വന്ന് കയറിയവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചേട്ടൻ്റെ പെങ്ങന്മാരും ചേട്ടത്തിയും ഒക്കെ കൂടിയാണ്. അപ്പം മക്കളും എല്ലാം കൂടെ ഉണ്ട്. എല്ലാ പിള്ളേരും തിരുവാതിര കളിക്കും ഒക്കെ കൂടി. അപ്പം അതും ഒരു രസകരമായൊരു സംഭവമായിരുന്നു. ചിരിച്ച് മടുക്കാനൊരു സംഭവം. ഇങ്ങനെ എല്ലാ ഓണവും എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കാൻ ഒരു ഭാഗ്യമായിരിക്കണം അല്ലേ. നല്ല സന്തോഷത്തോടു കൂടി എല്ലാ ദിവസവും ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് രസമാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് അല്ലേ, സ്നേഹത്തോടു കൂടിയുള്ള കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ എപ്പോഴും സന്തോഷമാണെങ്കിൽ എന്ത് രസമാണ്. ഇല്ല, ജീവിതം തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് പിള്ളേരുടെയൊക്കെ കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലേക്ക് തന്നെ അവർ നമ്മളെല്ലാത്തിലും കൂട്ടും. എല്ലാ കളികളിലും ഒന്നിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പം അതും ഒരു രസകരമായൊരു അനുഭവമാണ്. ചേട്ടൻ്റെ മക്കളുടെ മകളാണ്. അങ്ങനെ കുഞ്ഞുവാവെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടിയിട്ടോ. അപ്പം അതുമൊക്കെ കൂടി ഒരു രസകരമായ ഗൗരിന്ന് അവളെ വിളിക്കുന്നത്, അതുമൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു. പിന്നെ കളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഓരോരോ ഒത്തിരി കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർ. തിരുവാതിര കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവരങ്ങോട്ട് പോകും, കുറച്ച് പേര് ഇങ്ങോട്ട് പോകും. പിന്നെ ഒരാളെ കണ്ടൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ രസമാണ്. ഇവിടം തൊട്ട് ഞങ്ങളുടെ പണി പാളി. ഇവിടം തൊട്ട് ഞങ്ങൾ തെറ്റിപ്പോയി കളി. കാരണം എങ്ങോട്ട് കൈയടിച്ചിട്ട് മാറണമെന്നൊന്നും അറിയാൻ മേലാതെ. അതും ഒരു രസമല്ലേ അല്ലേ. ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു പെയറായിട്ട് നിന്ന് കളിച്ച്. അങ്ങനെ ഓരോരുത്തരും ഒരു പെയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം മാറിപ്പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ ഓർത്തിരിക്കാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പിന്നീട് കാണാനൊക്കെ ഒരു രസമുള്ള സംഭവമല്ലേ അല്ലേ. അതങ്ങനെ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ ഒക്കെ ഞാൻ നേർന്നായിരുന്നു. ഇത് 2 ദിവസം കഴിഞ്ഞാട്ടോ ഞാൻ വീഡിയോ ആയിട്ടിരുന്നത്. കാരണം തിരക്കായിപ്പോയി. ഇനി തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരുവനന്തപുരത്തിന് പോകണം. അതുമൊക്കെ ഉണ്ട്. അപ്പം ക്ഷീണമുണ്ട്. ഇതൊരു കളി, ഗ്ലാസ് എടുക്കുന്ന ഒരു കളിയാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിയിട്ട് നമ്മൾ 5 പ്രാവശ്യം വട്ടത്തിൽ കറങ്ങിയിട്ട് വന്നു വെച്ചാൽ നമ്മൾ ഗ്ലാസ് അടുക്കി അത് നേരെയാക്കി വെച്ച് കൊടുക്കണം. അതാണ് അതിൻ്റെ കളി. അതും രസമാണ്. പക്ഷെ തല കറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്കിത് ഗ്ലാസ് വെക്കാനൊന്നും സാധിക്കില്ല. ഈ 5 പ്രാവശ്യം വട്ടത്തിൽ കറങ്ങിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ കൺട്രോൾ പോകും. എന്നാലും അതും ഒരു രസമാണ്. പക്ഷേ ഈ കളിയിൽ ഞാൻ തോറ്റു പോയിട്ടോ. ദേവിക ചേട്ടൻ പെങ്ങളുടെ മോളാണ് ജയിച്ചത്. അവളെ കാണിക്കാൻ പറ്റില്ല. ആരോ വീഡിയോ എടുത്തപ്പം ഞാനതിട്ടതാണ്. ഞാൻ എന്നിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതും ഒരു രസമായിരുന്നു. ഊഞ്ഞാലയിലൊക്കെ ഇരുന്നു. ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഇതിപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കളിയാണ്. ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് അതേലും ഇങ്ങനെ കളിച്ച് വരുന്നത്. അതൊന്നും ശരിക്കും ബാലൻസ് കിട്ടില്ല കേട്ടോ. എനിക്ക് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നു. വെച്ച് പോകുമായിരുന്നു. പക്ഷേ എന്നെ അവന്മാർ പറ്റിച്ചു. അവന്മാർ പറഞ്ഞു ഇടത്തോട്ട് പോക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. വലത്തോട്ടാണ് പോകണം. ഞാൻ ഇടത്തോട്ട് പോയി അവരുടെ അടുത്തേക്ക് പോയി. വലത്തോട്ട് പോകാൻ ഒരാളെന്ന് പറയുന്നുണ്ടെങ്കിലും ഇടത്തോട്ടെന്ന് ഇരുന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകും. അപ്പം അത് ഒരു രസമാണ്. തോന്നുന്നു പറയുന്നുണ്ട്. ഇപ്പം മറ്റേ മണിച്ചിത്രത്താഴിലെ പാട്ടൊക്കെ ഇട്ട് ഈ വീഡിയോ വൈറലല്ലേ. അങ്ങനെ കുറച്ച് സന്തോഷങ്ങൾ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ ഓണാഘോഷം എല്ലാ വർഷവും ഞങ്ങൾക്കിങ്ങനെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ആഘോഷം.